Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 12th സ്റ്റാൻഡേർഡിലെ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നതിന്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസിലെ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എസ്ട്രിഫിക്കേഷൻ? സോ വാട്ട് ഈസ് എസ്റ്റർ? Esters are formed by the combination of alcohols as well as carboxylic acids. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്ത് മിനറൽ ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ എലിമിനേഷൻ നടന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എസ്ട്രിഫിക്കേഷൻ. ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്, acid chlorides and acid anhydrides to form esters. Generally, alcohols or phenols carboxylic acidനോടോ അതല്ലെങ്കിൽ വേറെ ഉണ്ട് റിയേജന്റ് ആസിഡ് ക്ലോറൈഡുകളോടോ അത് കൂടാതെ ആസിഡ് അൺഹൈഡ്രേറ്റുകളോടോ റിയാക്ട് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ആൽക്കൈൽ AR എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അരൈൽ. ഇത് നോർമൽ ആൽക്കഹോൾ ആണ്, ആൽക്കൈൽ ഓർ അരൈൽ. ഓക്കെ, അതായത് ആൽക്കഹോള് ഫിനോളുകളോ എന്ത് ചെയ്യാം? ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്, അതിനോട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എസ്റ്റേഴ്സ്. എന്താണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്? ഫോർ എക്സാമ്പിൾ കാണിച്ചു തന്നാൽ CH3, ഞാനൊരു ആൽക്കഹോളിനെയും ഒരു കാർബോക്സിലിക് ആസിഡിനെ നമുക്ക് എടുക്കാം. ഇതൊരു ആൽക്കഹോൾ ആണ്, CH3OH. ദിസ് ഈസ് കോൾഡ് മെഥനോൾ. It is react with C2H5COOH. This is called propanoic acid. ഇത് മിനറൽ ആസിഡിന്റെ പ്രസൻസിലാണ് ഇപ്പോൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ OHും ഈ Hും കൂടി എലിമിനേറ്റ് ചെയ്ത് C2H5C ഡബിൾ ബോണ്ട് OCH3 എന്ന് ഉണ്ടാകുന്നു. ഓക്കെ, ഇതൊരു എസ്റ്റർ ആണ്. അതുപോലെ ഇതൊരു എക്സാമ്പിൾ കാണിച്ചത് ജനറലി ആണ് എഴുതിയിരിക്കുന്നത്. ഇത് ആൽക്കഹോളോ അല്ലെങ്കിൽ ഫിനോളോ അത് മറ്റൊരു കാർബോക്സിലിക് ആസിഡിനോട് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ വാട്ടർ എലിമിനേഷൻ നടക്കുന്നു, അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ മിനറൽ ആസിഡിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡോ ഫോസ്ഫോറിക് ആസിഡോ ഏത് മിനറൽ ആസിഡ് വേണം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് നോക്കൂ. ഇത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഫിനോൾ റിയാക്ട് വിത്ത് R-CO2ISO. ദിസ് ഈസ് കോൾഡ് അൺഹൈഡ്രൈഡ്. ദിസ് ഈസ് കോൾഡ് അൺഹൈഡ്രൈഡ്. അതായത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ ഒരു ആൽക്കഹോളിന് എടുത്തു, CH3OH. ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് CH3C ഡബിൾ ബോണ്ടോ CH3. ഇതെന്താണ്? ഇതൊരു അൺഹൈഡ്രൈഡ് ആണ്, അസെറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് എലിമിനേറ്റ് ചെയ്തു പോകുന്നു? ഇതുപോലെ ഇവിടെ വാട്ടർ അല്ല എലിമിനേറ്റ് ചെയ്തു പോകുന്നത്. ഇപ്പൊ നമ്മൾ എസ്റ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കാർബോക്സിലിക് ആസിഡ് ആണ് എടുത്തതെങ്കിലാണ് ഇവിടെ വാട്ടർ എലിമിനേഷൻ നടന്നത്. അതേസമയം നമ്മൾ അൺഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് എലിമിനേറ്റ് ചെയ്തു പോകുന്നു? അസെറ്റിക് ആസിഡ് ആണ് എലിമിനേറ്റ് ചെയ്തു പോകുന്നത്. CH3COH, that is called acetic acid. This reaction is also takes place with the help of mineral acid. Finally, CH3COC ഡബിൾ ബോണ്ടോ CH3. ഇവിടെയും ഒരു എസ്റ്റർ ഫോർമേഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ ആൽക്കഹോളോ ഫിനോളോ R-COCl. ദിസ് ഈസ് കോൾഡ് ആസിഡ് ക്ലോറൈഡ്. നമ്മൾ പറഞ്ഞു ആസിഡ് ക്ലോറൈഡ് ഉണ്ടെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു. ദിസ് ഈസ് കോൾഡ് ആസിഡ് ക്ലോറൈഡ്. പിരിഡിൻ എന്ന് പറയുന്ന ബേസിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഇതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു, HCl എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എടുത്തപ്പോൾ വാട്ടർ എലിമിനേഷൻ നടന്നു. അതേസമയം നമ്മൾ അൺഹൈഡ്രേറ്റ് എടുത്തപ്പോൾ അസെറ്റിക് ആസിഡ് എലിമിനേഷൻ നടന്നു. അൺഹൈഡ്രേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുത്ത അൺഹൈഡ്രേറ്റ് ആണെങ്കിൽ അവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് എലിമിനേഷൻ നടന്നു. അതുപോലെ നമ്മൾ ആൽക്കഹോളിനെയും ഫിനോളിനെയും ആസിഡ് ക്ലോറൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ HCl എലിമിനേഷൻ നടന്ന് ഫൈനലി ദ പ്രൊഡക്റ്റ് ഈസ് എസ്റ്റർ. എസ്ട്രിഫിക്കേഷൻ റിയാക്ഷന്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നോക്കൂ, മറ്റൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് എസ്ട്രിഫിക്കേഷൻ പോലെ തന്നെയുള്ള എസ്ട്രിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽസ്, അതായത് CH3CO ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾസ് ഓർ ഫിനോൾസ് ഈസ് നോൺ ആസ് അസറ്റൈലേഷൻ.
ഓൾറെഡി നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. അസറ്റൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആൽക്കഹോളിലേക്കോ ഫിനോളിലേക്കോ അല്ലെങ്കിൽ അസറ്റൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, അസറ്റൈലേഷൻ എന്ന് പറയുന്നു. ഇനി അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ് പ്രൊഡ്യൂസസ് ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ആണ്, ഒരു കെമിക്കലാണ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ആസ്പിരിൻ. അതുപോലെ നോക്കൂ, സാലിസിലിക് ആസിഡ് എടുത്തിരിക്കുന്നത്. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ OH വരുന്നത്. ഇത് സാലിസിലിക് ആസിഡ് ആണ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അത് ഇതുപോലെ തന്നെ ഒരു അൺഹൈഡ്രേറ്റ് കൊണ്ട് റിയാക്ട്. ദിസ് ഈസ് കോൾഡ് അസറ്റിക് അൺഹൈഡ്രേറ്റ്. CH3 C ഡബിൾ ബോണ്ടോ CH3, ഇത് അസറ്റിക് അൺഹൈഡ്രേറ്റ് ആണ്. അതുപോലെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ എച്ചും ഇത്രയും CH3CO കൂടി എലിമിനേറ്റ് ചെയ്തു പോകുന്നു. CH3COH. അങ്ങനെ ഈ CO എന്ന് പറയുന്ന ഈ COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ OCOCH3 വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഒരു സാലിസിലിക് ആസിഡിനെ എടുക്കുന്നു, സാലിസിലിക് ആസിഡിനെ എടുത്തു, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് COOH OH CH3 C ഡബിൾ ബോണ്ടോ CH3 എന്ത് പോകുന്നു, ഇവിടുത്തെ എച്ചും ഇത്രയും കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തു പോകുന്നു. ഫൈനലി എന്തുണ്ടാകുന്നു, COOH. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ആസ്പിരിൻ. ഇതാണ് ആസ്പിരിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, ഇനി അതുപോലെ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. റിയാക്ഷൻ ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് കാർബൺ ഓക്സിജൻ CO ബോണ്ട് ക്ലീവേജ് ആണ് പറയുന്നത്. കാർബൺ ഓക്സിജൻ ക്ലീവേജ് ആണ് പറയുന്നത്. ഒന്നാമത്തത് റിയാക്ഷൻ വിത്ത് ഡൈഹൈഡ്രജൻ ഹാലൈഡ്, അതായത് HCl HBr HI ഏത് വേണമെങ്കിലും എടുക്കാം. ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്സ് ടു ഫോം ആൽക്കൈൽ ഹാലൈഡ്. നമ്മൾ ഇത് ഓൾറെഡി ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താ എലിമിനേറ്റ് ചെയ്തു പോകുന്നത്, വാട്ടർ എലിമിനേഷൻ നടക്കുന്നു. ഈ OHും Hും കൂടി എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഈ ആറിന്റെ കൂടെ ഈ ഹാലോജൻ കയറുന്നു. അതായത് എക്സാമ്പിൾ കാണിച്ചാല് CH3OH പ്ലസ് HCl ആണെങ്കിൽ എന്ത് പോകുന്നു, വാട്ടർ എലിമിനേഷൻ നടക്കുകയും CH3Cl ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി അതുപോലെ അടുത്തത് റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ട്രൈഹാലൈഡ്. സെയിം റിയാക്ഷൻ നമ്മൾ ഹാലോ ആൽക്കൈൻ ഹാലോ അരിനിൽ ഡിസ്കസ് ചെയ്തു പോയതാണ്. അതായത് PCl3 PCl5നോടൊക്കെ ആൽക്കഹോൾ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടാകുന്നു. അത് കൂടാതെ PCl3 ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ H3PO3 എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. PCl5 കൊണ്ടാണ് ആൽക്കഹോൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയും ആൽക്കൈൽ ഹാലൈഡും POCl3യും HCl ഉണ്ടാകുന്നു. നമ്മൾ ഓൾറെഡി ഹാലോ ആൽക്കൈൻ ഹാലോ അരിനിൽ ഡിസ്കസ് ചെയ്ത റിയാക്ഷൻ തന്നെയാണ് ഇത്. അടുത്ത മൂന്നാമത്തെ റിയാക്ഷൻ ഡീഹൈഡ്രേഷൻ ആണ്, അതായത് വാട്ടർ എലിമിനേഷൻ നടക്കുന്നു. ഇനി ആൽക്കഹോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ, ദാറ്റ് മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ ടു ഫോം ആൽക്കീൻസ്. അങ്ങനെ വാട്ടർ റിമൂവൽ നടന്നാൽ ആൽക്കീൻസ് ഉണ്ടാകുന്നു. ഓൺ ട്രീറ്റിംഗ് വിത്ത് പ്രോട്ടിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡോ H3PO3 പോലെയുള്ള റിയേജന്റുകളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കുന്നുണ്ട്, വാട്ടർ എലിമിനേഷൻ നടക്കുന്നുണ്ട്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഓർ H3PO4 ഓർ കാറ്റലിസ്റ്റ് സച്ച് ആസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഓർ അലുമിന, ഇതെല്ലാം ഡീഹൈഡ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റുകളാണ്. വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ് ഏതൊക്കെ പ്രോട്ടിക് ആസിഡുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റലിസ്റ്റ് ആണ് ഡീഹൈഡ്രേഷൻ ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അൺഹൈഡ്രസ് സിങ്ക് അതല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഓർ അലുമിന ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വാട്ടർ എലിമിനേഷൻ നടക്കുകയും അതിന്റെ ഫലമായിട്ട് C ഡബിൾ ബോണ്ട് C എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത റിയാക്ഷനിലേക്ക് പോയാൽ അടുത്ത റിയാക്ഷൻ ആണ് എത്തനോൾ. എത്തനോളിന്റെ ഡീഹൈഡ്രേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ
ഇപ്പൊ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് എഥനോളിന്റെ. എഥനോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ബൈ ഹീറ്റിംഗ് ഇറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇതുപോലെ വാട്ടർ എലിമിനേഷൻ നടക്കുകയും C2H5 CH3CH2OH ഇതിൻ്റെ അകത്ത് OHും ഇവിടുത്തെ ഒരു Hും പോയിട്ട് ഫൈനലി CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ആൽക്കീൻ ഉണ്ടാകുന്നു. അതായത് ഇതിന്റെ പേരെന്താണ്? ഈഥീനാണ്. ഇനി ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ് നമ്മൾ എടുത്ത. ഇനി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ എടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? ടെർഷ്യറി ആൽക്കഹോളിന് ടെൻഡൻസി വളരെ കൂടുതലാണ്. ടെർഷ്യറി ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ നടത്താൻ വളരെ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ടെർഷ്യറി ആൽക്കഹോൾ ഗ്രൂപ്പ് എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്തോറും അതിന്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനാൽ നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ കണ്ടന്റ് ഒത്തിരി പെർസെന്റേജിൽ ഈ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ് ആർ ഡീഹൈഡ്രേറ്റഡ് അണ്ടർ milder conditions. Normal condition is reaction because tertiary alcohols are more reactive than secondary than primary towards dehydration reaction. ഇതുപോലെ തന്നെ നമ്മുടെ OHും ഇവിടുത്തെ ഒരു Hും പോയിട്ടാണ് ഫൈനലി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് പ്രൊപ്പീൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ ഈ OHും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും പോയിട്ടാണ് നമുക്ക് മറ്റൊരു ആൽക്കീൻ കിട്ടിയിരിക്കുന്നു. 20% ഫോസ്ഫോറിക് ആസിഡ് മതിയാകും. ഇത് ആൽക്കഹോള് ടെർഷ്യറി ആണ്. നമുക്കറിയാം ടെർഷ്യറി എന്ന് പറഞ്ഞാൽ OH അറ്റാച്ച് ചെയ്ത കാർബൺ തൊട്ടടുത്ത് 3 കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ടെർഷ്യറി ആണ്. OH അറ്റാച്ച് ചെയ്ത കാർബൺ 2 കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അത് സെക്കൻഡറി ആണ്. അങ്ങനെ 85% സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഉണ്ടായതാണ് ഈ ആൽക്കീൻ. ആൻഡ് ദിസ് വൺ 20% H3PO സൾഫ്യൂരിക് ആസിഡ് അല്ല H3PO4 H3PO4ന്റെ പ്രസൻസിൽ നടന്ന റിയാക്ഷൻ വഴി നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ആൽക്കീൻ. ഇനി അതിന് നമ്മൾ പറഞ്ഞ റിയാക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടെർഷ്യറി, സെക്കൻഡറി. ടെർഷ്യറിക്കാണ് ടെൻഡൻസി കൂടുതൽ, ടെർഷ്യറിക്ക് മോർ ടെൻഡൻസി ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി. ഇനി അടുത്ത റിയാക്ഷനിലേക്ക് പോയാൽ ഓക്സിഡേഷൻ ആണ്. നാലാമത്തെ റിയാക്ഷൻ ഓക്സിഡേഷൻ. ഓക്സിഡേഷനിൽ ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തുന്ന ആണ് പറയുന്നത്. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് എ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് വിത്ത് ക്ലീവേജ് ഓഫ് ആൻ OH ആൻഡ് CH ബോണ്ട്. നോക്കൂ, ഇവിടെ നടക്കുന്നത് OH ആൻഡ് CH ബോണ്ടിന്റെ ക്ലീവേജുകളാണ് നടക്കുന്നത്. ബോണ്ട് ബ്രേക്കേജ് നടന്നിട്ട് എന്തായി മാറുന്നു? ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്തുണ്ടാകുന്നുണ്ട്? ആൽഡിഹൈഡ് ഉണ്ടാണ്. അതായത് പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോണുകളാണ് കിട്ടുന്നത്. ടെർഷ്യറി ആൽക്കഹോളിനെ നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും കണ്ടീഷൻ സപ്ലൈ ചെയ്ത് ടെർഷ്യറി ആൽക്കഹോളിനെ എന്ത് ചെയ്യാറുണ്ട്? ഓക്സിഡേഷൻ നടത്താറുണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടുന്നു? പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടുന്നു, ആൽഡിഹൈഡ്സ്. ഇനി സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോണുകൾ ഉണ്ടാകുന്നു, കീറ്റോൺസ്. ദേ ആർ നോൺ ആസ് ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നു. Such a cleavage of formation of bonds occur in oxidation reactions. These are also known as dehydrogenation. Depending on the oxidizing agent used, a primary alcohol is oxidized to aldehyde, which in turn oxidized to carboxylic acid. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ കണ്ടീഷൻ സപ്ലൈ ചെയ്യുന്നതനുസരിച്ചാണ് പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് ആകുന്നു. പിന്നെയും ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ എന്തായി മാറുന്നു? കാർബോക്സിലിക് ആസിഡ് ആകുന്നു. ഇനി പ്രൈമറി ആൽക്കഹോളിലേക്ക് നമ്മൾ സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡയറക്ട്ലി കൺവേർട്ട് ഇൻ ടു കാർബോക്സിലിക് ആസിഡ്. മൈൽഡായ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ ആൽഡിഹൈഡ് ആയതിനു ശേഷമേ അത് പിന്നീട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അതിനെ എന്താക്കാൻ പറ്റുള്ളൂ? കാർബോക്സിലിക് ആസിഡ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുന്നു, ആൽഡിഹൈഡ് ആക്കുന്നു, വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഇനി അടുത്ത ഓക്സിഡേഷൻ റിയാക്ഷൻ കഴിഞ്ഞില്ല. ഓക്സിഡേഷൻ റിയാക്ഷന്റെ ഇമ്പോർട്ടന്റ് ആയ 2-3 റിയാക്ഷൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഓക്സിഡൈസിങ് ഏജന്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജന്റുകൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് CrO3 ഉണ്ട്. അതുപോലെ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് ഉപയോഗിക്കാറുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാറുണ്ട്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. CrO3 in anhydrous medium is used as the oxidizing agent for the isolation of aldehyde. ആൽഡിഹൈഡിന്റെ ഐസൊലേഷന് വേണ്ടിയിട്ട് CrO3 എന്ന് പറയുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആൽക്കഹോളിനെ CrO3ന്റെ പ്രസൻസിൽ എന്താക്കി മാറ്റി? ആൽഡിഹൈഡ് ആക്കി മാറ്റിയിട്ടുണ്ട്.
better reagent for oxidation of primary alcohols to aldehyde in good yield in pyridinium chlorochromate PCC. നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് PCC. പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന മറ്റൊരു ഗുഡ് ഈൽഡിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് pyridinium chlorochromate. അപ്പൊ ഇവിടെ ഇത് പ്രൈമറി ആൽക്കഹോൾ ആണ് എടുത്തിരിക്കുന്നത്. PCCയുടെ പ്രസൻസിൽ എന്തായി ഈ ആൽക്കഹോളിക് പാർട്ട് ആൽഡിഹൈഡിക് പാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ടിനെ അഫക്ട് ചെയ്യാനുള്ള കഴിവ് PCCക്ക് ഇല്ല. ഡബിൾ ബോണ്ടിനെ PCC will not affect double bond. It selectively oxidize functional group only. അപ്പൊ സാധാരണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ചില ഓക്സിഡൈസിങ് ഏജന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം PCC ഡബിൾ ബോണ്ടിനെ അഫക്ട് ചെയ്യാത്ത ഇറ്റ് വിൽ സെലക്ടീവ്ലി ഓക്സിഡൈസ് functional group to corresponding aldehyde or functional group only. ഇനി secondary alcohols are oxidized to ketones by chromic anhydride. CrO3 തന്നെ ഉപയോഗിച്ചിട്ട് സെക്കൻഡറി ആൽക്കഹോളിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു? കീറ്റോൺ. ഇപ്പൊ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്, CHOH ആണ് C ഡബിൾ ബോണ്ടോ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ CH2OH CHO ആയി, ഇവിടെ CHOH C ഡബിൾ ബോണ്ടോ ആയിട്ട് മാറി. അതുപോലെ പ്രൈമറി ആൽക്കഹോളിന്റെ സെക്കൻഡറി ആൽക്കഹോളിന്റെയും റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത് നോക്കൂ, മറ്റൊരു ഓക്സിഡേഷൻ തന്നെ മറ്റൊരു റിയേജന്റ് ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. പ്രൊഡക്റ്റിന് വ്യത്യാസമില്ല, ജസ്റ്റ് റിയേജന്റുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. When the vapors of a primary or secondary alcohol are passed over heated copper at 573 Kelvin. വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കോപ്പർ അറ്റ് 573 കെൽവിൻ. ഡീഹൈഡ്രോജനേഷൻ ആണ് നടക്കുന്നത്. സെയിം റിയാക്ഷൻ തന്നെ എന്ത് മാറുന്നു? റിയേജന്റ് മാറുന്നു എന്ന് മാത്രം. ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ മാറുന്നു എന്ന് മാത്രം. കോപ്പർ അറ്റ് 573 കെൽവിനില് പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡായും സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണായും ടെർഷ്യറി ആൽക്കഹോൾ ആൽക്കീനായും മാറുന്നു. ടെർഷ്യറി ആൽക്കഹോൾസ് ആൽക്കീൻസ് ആയി മാറുന്നു. എക്സാമ്പിൾ എടുത്താൽ നോക്കാം. ഇവിടെ CH3 ആണെങ്കിൽ CH3 CH2OH, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? CH3 CHO കിട്ടുന്നു. ഇവിടെ CH3, ഇവിടെ ഒരു C2H5 മറ്റോ എടുത്താല് എന്തായി മാറി? ഈ പാർട്ട് മാത്രമേ മാറുന്നുള്ളൂ. C ഡബിൾ ബോണ്ടോ ആയി മാറി. ഇവിടെ എന്തായി മാറി? ആൽക്കീൻ. അപ്പം പ്രൈമറി ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 ചെയ്താൽ ആൽഡിഹൈഡും, സെക്കൻഡറി ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 ചെയ്താൽ കീറ്റോണും, ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് കിട്ടുന്നു? ടെർഷ്യറി ആൽക്കഹോൾ ആണ് ആൽക്കീനുകളുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് ഫിനോളിന്റെ റിയാക്ഷനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിയാക്ഷൻസ് ഓഫ് ഫിനോൾസ്. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫിനോളിന്റെ പ്രത്യേകത, ഫിനോളിനെ നമ്മൾ റെസൊണൻസ് ചെയ്താൽ അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഓർത്തോയിലും പാരായിലുമാണ്. ഓർത്തോ പാരാ ഓറിയന്റിംഗ് ഗ്രൂപ്പാണ് OH എന്ന് പറയുന്നത്. ഫിനോളിനെ നിങ്ങൾ റെസൊണൻസ് ചെയ്ത് നമ്മൾ 11th സ്റ്റാൻഡേർഡ് കണ്ടിട്ടുണ്ട്. റെസൊണൻസ് ചെയ്താൽ അതിന്റെ ഓർത്തോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോയിലും പാരായിലും ആയിരിക്കും കൂടുതൽ, മെറ്റാ പൊസിഷനിലായിരിക്കില്ല. അതൊരു ആക്ടിവേറ്റിംഗ് ഓർത്തോ പാരാ ഓറിയന്റിംഗ് ഗ്രൂപ്പാണ് ആര്? ഫിനോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾ നടത്തിയാൽ നൈട്രേഷൻ ആയിക്കോട്ടെ, സൾഫോണേഷൻ ആയിക്കോട്ടെ, ഹാലോജനേഷൻ ആയിക്കോട്ടെ, കൂടുതലും അപ്കമിങ് ഗ്രൂപ്പിന് ഇരിക്കാനുള്ള ടെൻഡൻസി ഓർത്തോയിലും പാരായിലും ആയിരിക്കും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നൈട്രേഷൻ. ഡൈലൂട്ട് നൈട്രിക് ആസിഡിന്റെ നമ്മൾ ഫിനോളിനെ റിയാക്ട് ചെയ്താൽ ഡൈലൂട്ട് HNO3 നിന്നും NO2 എന്ന് പറയുന്ന റിയേജന്റ് വന്നിട്ട് ഓർത്തോയിലും പാരായിലും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഓർത്തോ നൈട്രോഫിനോൾ ആണ്, മറ്റതിന്റെ പേര് പാരാനൈട്രോഫിനോൾ ആണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്ത് തന്നെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടത്തുമ്പോൾ, റെസൊണൻസ് പൈബോണ്ട് കോൺജുഗേഷൻ നടത്തുമ്പോൾ അതിന്റെ ഓർത്തോയിൽ, അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലം എവിടെയാണ്? ഓർത്തോയിലും പാരായിലുമാണ്. അതുകൊണ്ട് ഒരു ആക്ടിവേറ്റിംഗ് ഓർത്തോ പാരാ ഓറിയന്റിംഗ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നൈട്രേഷൻ, സൾഫോണേഷൻ ഒക്കെ ഹാലോജനേഷൻ നടത്തുമ്പോൾ വരുന്ന ഗ്രൂപ്പുകള് ഓർത്തോയിലും പാരായിലുമാണ് വരുന്നത്. ഇനി അടുത്ത് ഇതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി അടുത്തതിന് നമുക്ക്
കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇനി അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ കിട്ടിയ നമുക്ക് ഓർത്തോ നൈട്രോഫിനോളും പാരാ നൈട്രോഫിനോളുമാണ്. അതിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇത് മിക്സ്ചർ ആയിട്ടാണ് കിട്ടുന്നത്. ഈ മിക്സ്ചർ ആയിട്ട് കിട്ടുന്ന ഓർത്തോ നൈട്രോഫിനോളിനെയും പാരാ നൈട്രോഫിനോളിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തഡാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇത് നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ പോർഷനിൽ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ഓർത്തോ നൈട്രോഫിനോളിനെയും പാരാ നൈട്രോഫിനോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടിനും രണ്ട് സ്വഭാവമാണ്. അതായത് ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നതും പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്ന ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നതുമാണ്. ഈ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്ന ഓർത്തോ നൈട്രോഫിനോളിന്റെ പ്രത്യേകത നോക്കൂ. ഓർത്തോ നൈട്രോഫിനോൾ ഇത് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓർത്തോ നൈട്രോഫിനോൾ സ്റ്റീം വോളറ്റൈലും പാരാനൈട്രോഫിനോൾ ലെസ് വോളറ്റൈലുമാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി വളരെ ഈസി ആയിട്ട് ഓർത്തോ നൈട്രോഫിനോളിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രം പാരാനൈട്രോഫിനോൾ. എന്താണ് അതിന്റെ കാരണം? ഓർത്തോ നൈട്രോഫിനോൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയതിനാൽ അതിനെ ഹൈലി സ്റ്റീം വോളറ്റൈൽ ആയിരിക്കും. അത് it is steam volatile due to intramolecular hydrogen bonding, while paranitrophenol is less volatile because it possesses intermolecular hydrogen bonding. This is very important point. ഇനി നോക്കൂ, ഇത് നമ്മൾ ആദ്യം ഡൈലൂട്ട് നൈട്രിക് ആസിഡിനെ എടുത്ത് ഇനി നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനെ എടുത്തു. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനെ എടുത്തപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. സോ NO2 will move to the both ortho and para position. രണ്ട് ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് മൂവ് ചെയ്തിരിക്കുന്നു, അതുപോലെ ഒരു പാരാ പൊസിഷനിൽ മൂവ് ചെയ്തിരിക്കുന്നു. അതിന്റെ പേരെന്താണ്? 2,4,6 ട്രൈനൈട്രോഫിനോൾ. അതിന്റെ മറ്റൊരു പേരാണ് പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫിനോൾ ഓർ പിക്രിക് ആസിഡ്. ഇനി മറ്റൊരു റിയാക്ഷൻ എടുത്താൽ ഹാലോജനേഷൻ ആണ്. ഹാലോജനേഷനില് ഫിനോളിനെ നമ്മൾ ബ്രോമിൻ ഇൻ ഡിഫറെന്റ് റിയാക്ഷൻസ് ആണ്. ബ്രോമിൻ ഇൻ കാർബൺ ഡൈ സൾഫൈഡിന്റെ പ്രസൻസിലും മറ്റൊന്ന് ബ്രോമിൻ വാട്ടർ. അത് രണ്ട് റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫിനോള് ബ്രോമിൻ ഇൻ CS2ന്റെ പ്രസൻസിൽ 273 കെൽവിൻ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓർത്തോയിലും പാരായിലും ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓർത്തോ ബ്രോമോ ഫിനോൾ ആൻഡ് പാരാ ബ്രോമോ ഫിനോൾ. എപ്പോഴും മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പാരയായിരിക്കും. കാരണം ഇതായിരിക്കും കൂടുതൽ ബൾക്കി ഗ്രൂപ്പുകളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്റ്റേബിൾ ആയതിനെ കുറച്ച് സ്റ്റെറിക് എന്ന് പറയുന്ന ഒരു എഫക്റ്റും കൂടെ ഉള്ള കാരണം എപ്പോഴും പാരാനൈട്രോ അല്ലെങ്കിൽ പാരാ പ്രൊഡക്റ്റുകളായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പം ഇത് നമ്മൾ കാർബൺ ഡൈ സൾഫൈഡ് കൂടാതെ ക്ലോറോഫോം ഉപയോഗിക്കാം. ലോ ടെമ്പറേച്ചർ ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്തുണ്ടാകുന്നത്? മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത്. ഇനി നോക്കുക, ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിലാണെങ്കിൽ എന്താണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചൊരു പിക്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ നമ്മള് ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിലാവുമ്പോൾ എന്ത് സംഭവിക്കും? ഓർത്തോയിലും പാരായിലും രണ്ട് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എന്ത് സംഭവിക്കുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 2,4,6 ട്രൈബ്രോമോ ഫിനോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അടുത്തത് കോൾബ്സ് റിയാക്ഷൻ ആണ്. കോൾബ്സ് റിയാക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഫിനോളിന്റെ റിയാക്ഷൻ തന്നെയാണ്. കോൾബ്സ് റിയാക്ഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡിനോടാണ് ആദ്യമേ റിയാക്ട് ചെയ്യുന്നത്. ഫിനോള് സോഡിയം ഹൈഡ്രോക്സൈഡിനോട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ സോഡിയം ഫിനോക്സൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന ONA, അതായത് OHും EHും കൂടെ വാട്ടർ എലിമിനേഷൻ നടക്കും. അങ്ങനെ എന്തുണ്ടാകുന്നു? ONA ഉണ്ടാകുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഒരു അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. കോൾബ്സ് റിയാക്ഷൻ മിക്കവാറും നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവിക്കുന്നത്? ഫിനോളിനെ NaOH കൊണ്ട് റിയാക്ട് ചെയ്യുന്നു. വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാകുന്നു. അതിന് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ H+ഉം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് സാലിസിലിക് ആസിഡ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. സാലിസിലിക് ആസിഡ് ആണ് കിട്ടുന്നത്. അടുത്ത റിയാക്ഷൻ നോക്കിയാൽ റീമർ ഫീമൻ റിയാക്ഷൻ ആണ്.
റീമർട്ടീവ്മെന്റ് റിയാക്ഷനും ഇതുപോലെ തന്നെ മിക്കവാറും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. റീമർട്ടീവ്മെന്റ് റിയാക്ഷനിൽ നമ്മൾ സാലിസിൽ ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്ത് കോൾബ്സിൽ നമ്മൾ സാലിസിലിക് ആസിഡിനെ ഫിനോളിനെ NaOH കൊണ്ട് റിയാക്ട് ചെയ്തു, സോഡിയം ഫിനോക്സൈഡ് കിട്ടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? സാലിസിലിക് ആസിഡ് കിട്ടുന്നു. അതുപോലെ റീമർട്ടീവ്മെന്റ് റിയാക്ഷൻ ആണെങ്കിൽ ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് അക്വസ് ആൽക്കലി, ക്ലോറോഫോം, ഇത് ക്ലോറോഫോം ആണ്, ക്ലോറോഫോം ഇൻ CH3 is ക്ലോറോഫോം. ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് അക്വസ് ആൽക്കലി ആണെങ്കിൽ ഇതൊരു ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നു. അതായത് ഇതിന്റെ ഓർത്തോപോസിറ്റ് ഇത് ഇവിടെ OH ONA ആയിട്ട് മാറി. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാട്ടർ എലിമിനേഷൻ നടന്ന് ONA ആയി. എന്നിട്ട് ഇവിടെ ഈ ഓർത്തോ പൊസിഷനിൽ ഇവിടുന്ന് CHCl2 അവിടെ പോയിരിക്കുന്നു. അതായത് HCl എലിമിനേറ്റ് ചെയ്ത് പോയി അവിടുന്ന്. അപ്പൊ CHCl2. ഇനി NaOH കൊണ്ട് വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഈ പോർഷൻ മാറിയിട്ട് അവിടെ എന്തായി? ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അസിഡിക് മീഡിയത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ONA കളയണം. അപ്പൊ അസിഡിക് മീഡിയം ആകുമ്പോൾ ആ ONA പോയിട്ട് OH ആയി. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് അക്വസ് ആൽക്കലി ആകുമ്പോൾ OH ONA ആയി. ഈ ഓർത്തോ പൊസിഷനിൽ CHCl2, ദാറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്. ഇനി NaOH കൊണ്ട് വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഈ CHCl2ന്റെ അവിടെ CHO എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതായത് ആൽഡിഹൈഡ്. പിന്നെ അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടിനും മാറ്റം വരികയും ഫൈനലി നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടുകയും ചെയ്യും. കോൾബ്സ് ഇലക്ട്രോളിസിസും കോൾബ്സ് റിയാക്ഷനും അതുപോലെ റീമർട്ടീവ്മെന്റ് റിയാക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആയ റിയാക്ഷൻ ആണ്. ഇനി സിങ്ക് ഡസ്റ്റുമായിട്ട് ഫിനോൾ റിയാക്ട് ചെയ്യുന്നതാണ്. സിങ്ക് ഡസ്റ്റുമായിട്ട് ഫിനോൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ചതാണ്. ബെൻസീന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ ഇയറിൽ ഹൈഡ്രോ കാർബണിന്റെ അവസാനം നമ്മൾ പഠിച്ചതാണ്. സിങ്കും ഓക്സിജനും കൂടെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഹൈഡ്രജൻ അവിടെ അറ്റാച്ച്ഡ് ആവും. അങ്ങനെ ബെൻസീൻ കിട്ടുന്നു. അപ്പൊ സിങ്ക് ഓക്സൈഡ് സിങ്കുമായിട്ട് ഫിനോൾ റിയാക്ട് ചെയ്താൽ സിങ്ക് ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുകയും ബെൻസീൻ കിട്ടുകയും ചെയ്യും. ഇനി ഓക്സിഡേഷൻ ആണ്. ഫിനോള് ക്രോമിക് ആസിഡിന്റെ പ്രസൻസിൽ Na2Cr2O7 സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ ബെൻസോക്യൂനോൺ കിട്ടുന്നു. അവിടെ ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ വിത്ത് ക്രോമിക് ആസിഡ് പ്രൊഡ്യൂസ് എ കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ നോൺ ആസ് ബെൻസോക്യൂനോൺ, കോൺജുഗേറ്റഡ് ഡൈ കീറ്റോൺ. അവിടെ ഓപ്പോസിറ്റിൽ C ഡബിൾ ബോണ്ടോ പ്രസൻസ് ഓഫ് എയർ. ഇത് ഡാർക്ക് കളർഡ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് ക്യൂനോൺസ്. ഓക്കെ, അങ്ങനെ ഫിനോള് Na2Cr2O7 ആൻഡ് സൾഫ്യൂരിക് ആസിഡ് പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ബെൻസോക്യൂനോൺ കിട്ടുന്നു. ബെൻസോക്യൂനോൺ ആണ് അതിന്റെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൽക്കഹോൾസിന്റെ പ്രോപ്പർട്ടീസും ഫിനോൾസിന്റെ ആണ്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷനുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.